വിമാനം പോണ്. നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കാണാൻ ഭാഗ്യം ഉണ്ടാവുള്ളൂ. കണ്ടോ, മഴക്കാറിൻ്റെ ഉള്ളിൽ പെട്ടു. നല്ല മഴക്കാറുണ്ട് കേട്ടോ. കാണുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയാണ്. കണ്ടോ കൂട്ടുകാരെ, നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു സൗണ്ട് കേട്ട് നമ്മൾ മണ്ടി വന്നു നോക്കൂട്ടോ വിമാനത്തിന്. അത് രസാലേ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നത്. സൂര്യ ഡ്രീംസിൻ്റെ അന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് ദിവസമായില്ല നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഒരുപാട് കൂട്ടുകാർ എന്താ ദിവസം വീഡിയോ ഇടാത്ത, വീഡിയോ ഇടുമോ എന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് അതിനൊരു മനസ്സ് വരുന്നില്ല. അല്ലെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ ഇട്ടേന്നു. പിന്നെ അടുക്കള പണി വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നുണ്ടാവില്ല. പിന്നെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെറൈറ്റികൾ കൊണ്ടുവരണം, അതിനുള്ള വീഡിയോ അല്ല. അതുകൊണ്ടാണ് ഞാൻ കഴിയണത് ഷോർട്ട് വീഡിയോ എടുത്താണ്ട് കൂട്ടുകാരുടെ മുന്നിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മനോട് അന്വേഷണം പറയാൻ വേണ്ടി കുറേ കൂട്ടുകാർ പറഞ്ഞു. ഞാൻ അമ്മനോട് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എന്ത് പറയണമെന്ന് ചോദിച്ചാൽ വിഷ്ണുവിനെ സ്കൂള് ചേർത്താൻ പോകണം എന്നൊക്കെ പറഞ്ഞു തന്നില്ലേ. വണ്ടൂരാണ് സ്കൂള് ചേർത്തിയത്. 8ാം ക്ലാസ്സിലാണ്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ യൂണിഫോം എടുത്തു, തയ്ക്കാൻ കൊടുത്തു. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോകണം. ഇനി ബാഗും സാധനങ്ങളൊക്കെ വാങ്ങണം. ബാഗ്, ബുക്ക്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇനി വാങ്ങാണ്ട്. സ്കൂൾ തുറന്നാൽ എന്തൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ പറഞ്ഞാൽ അങ്ങനെ പോണ്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു തന്നില്ല, തേപ്പ് തുടങ്ങണം. തേപ്പ് തുടങ്ങാൻ നാളെ പണിക്കാർ വരും എന്നൊക്കെ പറഞ്ഞു തന്നില്ലേ. പറഞ്ഞതേ ഉള്ളൂ, പണിക്കാർ ഇതുവരെ വന്നിട്ടില്ല. നാളെ 2 ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് നീണ്ട് പോയി. ഇതാ ഈ ഒരു ദിവസം വരെ തുടങ്ങി. ഈ ഒരു ദിവസം വരെ നിന്നു. പണിക്കാർ വരാന്ന് 7-ാം തീയതി വരാൻ പറഞ്ഞത്. അത് കഴിഞ്ഞാണ്ട് പിന്നെ ഒരു 9-ാം തീയതി വരാറുണ്ട്. അങ്ങനെ 2 ദിവസം നീട്ടി കൊണ്ടുപോയി ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ച, നാളെ ആണെങ്കിൽ ഞങ്ങൾക്ക് കല്യാണമുണ്ട്, കുടിരിക്കലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പണിക്കാർ. നാളെ വരുമല്ലേ എനിക്കറിയില്ല. വന്നാൽ മതിയെന്നേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമുള്ളൂ. എങ്ങനെയെങ്കിലും മഴക്കാലം ആകുമ്പോഴത്തേനും വീടിൻ്റെ തേപ്പൊന്ന് കഴിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ വരുമല്ലേ എന്ന് എനിക്കറിയില്ല. നമ്മളെ കൂട്ടുകാരൊക്കെ പ്രാർത്ഥിക്കട്ടോ, വേഗം പണിക്കാരൊക്കെ ഒന്ന് വരട്ടേന്ന്. പിന്നെ പറഞ്ഞാൽ പണിക്കാർ വന്ന് തേപ്പൊക്കെ കഴിഞ്ഞ് പോയിട്ട് വേണം നമുക്ക് അടുക്കളേൻ്റെ പണിയൊക്കെ കഴിക്കാൻ. അടുക്കളക്ക് ടൈലിടാണ്ട്. പിന്നെ അതുമല്ല, ടൈല് കാരണം നമ്മൾ വീതലും കൂടെ അടപ്പുണ്ടാക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ ടൈലിടണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് പിന്നെ മൊത്തത്തിൽ ടൈലിടുമോ ചോദിച്ചാൽ ഇനിയിപ്പോൾ അതേ കാര്യമല്ലേ കൂട്ടുകാർക്ക്. കുടിരിക്കൽ വേഗം ഉണ്ടാവുമോ എന്നൊക്കെ ആവും ഒരുപാട് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. കുടിരിക്കൽ വേഗം ഉണ്ടാവുമോ ചോദിച്ചാൽ വീടിൻ്റെ പണി കഴിയണതിനനുസരിച്ചുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ വേഗം കുടിരിക്കണം എന്നൊക്കെ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. നമ്മൾ വീടിൻ്റെ തേപ്പ് കഴിഞ്ഞിട്ട് വേണം. അടപ്പ് വാങ്ങിയിട്ടില്ല, അടപ്പ് വാങ്ങണം. അതേപോലെ തന്നെ അടുക്കളയ്ക്കുള്ള ഒരു സാധനങ്ങൾ, പാത്രങ്ങളല്ലാത്ത വേറെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. തേപ്പ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കണം എന്തായാലും. പിന്നെ ജനവാതിൽ വെക്കാണ്ട്, അടി ഷീറ്റ് ഇട്ടാലും ടൈലിട്ടിട്ടില്ലെങ്കിൽ ഷീറ്റെങ്കിലും ഇടണം. എന്തെങ്കിലുമൊക്കെ കാട്ടണം വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും തട്ടിമുട്ടിയൊക്കെ നമുക്ക് ഇതൊക്കെ വരാൻ കഴിയട്ടെ എന്ന് മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുക. കാരണം എല്ലാത്തിനും വേണം പൈസക്ക് അനുസരിച്ചാണ് ഇപ്പം നമ്മളിങ്ങനെ പോണത്. ഇതിപ്പോൾ ഈ ഒരു വീട് കാരണം അന്ന് കിട്ടിയോണ്ട്, അന്ന് ഇതേപോലെ 2 റൂമിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് തന്നെ വേഗം തേപ്പും കുടിരിക്കലൊക്കെ കഴിച്ച് അങ്ങനെ കയറിയിരുന്നു. ഇതിപ്പോൾ പറഞ്ഞാൽ 2ാം പണിയാണല്ലോ ഇപ്പോൾ നമ്മൾ എടുക്കാതെ ഒന്ന് മേലേക്ക് എടുക്കാൻ വേണ്ടി കുറേ കൂട്ടുകാർ പറഞ്ഞത്. പക്ഷെ മേലേക്ക് എടുക്കുക പറഞ്ഞാൽ അതും നമുക്ക് 2ാം പണി തന്നെയാണ്. കാരണം മേലേക്ക് 2ാം പണി പറഞ്ഞാൽ അടിയിൽ ഒരൊറ്റ റൂമും ഹാളിന് സൗകര്യമില്ലാതെ, സിറ്റ് ഔട്ട് തീരെ സൗകര്യമില്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങേറായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ആ സങ്കടമൊക്കെ ഒരുവിധം മാറി. കാരണം ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് സൗകര്യമായി, 2 ബെഡ്റൂമായി, ഹാളായി. അതുകൊണ്ട് ഇപ്പോൾ ഒരു സമാധാനമായി. ഇനി ബാക്കി പണികളൊക്കെ ആക്കും പോലെ കഴിക്കണം. ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിനും വേണം പൈസ. അപ്പോൾ പൈസക്ക് അനുസരിച്ച് നമ്മൾ വീടിൻ്റെ പണി ഇങ്ങനെ നോക്കണുള്ളൂ. പിന്നെ വൈകുന്നേരം ആയാൽ ഞാൻ വീഡിയോ ഇടണം, എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം ആയാൽ അപ്പം അവിടെ പോയാൽ ഞാൻ എഡിറ്റ് ചെയ്യാം. ചെല്ലി അങ്ങോട്ട് പോയി, താഴത്തേക്ക് ഇറങ്ങി. അങ്ങോട്ട് പോ, ചെല്ല്. എൻ്റെ എഡിറ്റിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാലും വേണ്ടില്ല. അല്ലെങ്കിൽ നിങ്ങളെ കലപ്പില സൗണ്ട് കേട്ടാൽ പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും കഴിയൂല. അങ്ങനെ കുട്ടികൾ പോയി. ഓല് ഇതിന് മേലേക്ക് കയറി വന്നിക്കണ്. ഓല് വർത്താനാകുമ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ കിട്ടൂല. ഈ പിന്നെ വർത്തമാനം പറയാൻ കഴിയുന്നില്ല, പല്ല് വേദനിക്കുന്നുണ്ട്. അപ്പോൾ
പല്ലുവേദന അങ്ങോട്ട് മാറി വന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ചൂടുവെള്ളം കൊണ്ട് ഉപ്പിട്ട് കുലുക്കുഴി. അപ്പം അങ്ങനെ കുറേയൊക്കെ ഒരു കുറവുണ്ടാവും പല്ലുവേദന. ഇപ്പം അതാ ചെറിയ നീറ്റലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പല്ല് വേദനിക്കുമ്പോൾ കടിക്കും, തലക്കും എന്തൊക്കെയൊരു ദേഷ്യമാവും വരിക. സ്കൂളൊക്കെ തുറക്കാനായില്ലേ. ഞാൻ 2 ദിവസം കൂടെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ അധിക ദിവസമല്ലല്ലോ, സ്കൂൾ തുറക്കാനായി. ഇനിയിപ്പോൾ ഒരാഴ്ച ഒക്കെ ഉണ്ടാവും, ഒരാഴ്ച 10-12 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒന്നും കൂടെ അമ്മേൻ്റെ അടുത്ത് പോയി നിന്ന് പോരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതങ്ങനെയല്ലേ, സ്കൂൾ പൂട്ടുമ്പോൾ ഒരു പോക്ക്, പിന്നെ തുറക്കാനാകുമ്പോൾ കുറച്ച് ദിവസം കൂടെ ഒന്ന് പോയി പോരും. പിന്നെ സ്കൂൾ തുറന്നാൽ നമുക്ക് ഒരുപാട് തിരക്കാവും. കുട്ടികളെ മക്കളെ നോക്കുക, വീട്ടിലത്തെ പണിയൊക്കെ തിരക്കാവൂലേ. അങ്ങനെ എന്തായാലും നമ്മളെ വീട് പണിയൊക്കെ വേഗം തീരാൻ നമ്മളെ കൂട്ടുകാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, കൂട്ടുകാരെ പ്രാർത്ഥന കൊണ്ടാണ് എന്തായാലും ഇതുവരെ എത്തിയത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബാക്കി പണി പറഞ്ഞാൽ ജനവാതിലിൻ്റെ പണിയുണ്ട്, ജനവാതിൽ വെക്കണം. അങ്ങനെ അല്ലറ ചില്ലറ പണികൾ ഇനിയും ബാക്കിയുണ്ട്. ബാത്റൂമിൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോ പണികൾ എന്നിട്ട് വേണം. ഒക്കെപ്പാടെ മുഴുവനും പണി തീരണം എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കുള്ള പണികളൊക്കെ എന്തായാലും തീരണ്ടേ. പിന്നെ അങ്ങനെ തീർന്നാലും നമുക്ക് കുടിയിരിക്കാനൊക്കെ പറ്റുള്ളൂ. എന്തായാലും വീട് പണീനെ കുറിച്ചൊക്കെ ഞാൻ ഇനി എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. കാരണം നാളെ പണിക്കാർ വരികയാണെങ്കിൽ നമുക്ക് അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ എന്താ ഏതൊക്കെ അറിയില്ല, പണിക്കാർ വരണേ എന്നുള്ളൊരു പ്രാർത്ഥന ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പണിക്കാർ വരും എടുക്കും എന്നൊക്കെ, പക്ഷെ അന്ന് എന്തോ വന്നില്ല. പിന്നെ സൂര്യമോളെ സ്കൂളിൽ ചേർത്തിയോ ചോദിക്കുന്നുണ്ട്. സൂര്യമോൾ ഇനി LKGക്കാണ്. ഓളെ എറിയാട് ചേർത്തിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ അംഗൻവാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അംഗൻവാടിയിൽ സെൻഡ് ഓഫ് ആയിരുന്നു സൂര്യമോൾക്കൊക്കെ. അപ്പോൾ ഓളെ ഇന്നലെ ഞാൻ അംഗൻവാടിയിൽ കൊണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ഓളിപ്പോഴും പറയുന്നത് അംഗൻവാടിക്ക് കൊണ്ടാക്കി തരിക, അമ്മായിക്ക് ഇവിടെ നിൽക്കണ്ടെന്ന്. കാരണം ഇവിടെ ഇങ്ങനെ കളിക്കല്ലോ, വെറുതെ ഇങ്ങനെ നോക്ക്. അംഗൻവാടിയാണ് കൂടുതൽ ഇഷ്ടം. എന്നാൽ പിന്നെ അവിടെ കുട്ടികളൊപ്പം ഇങ്ങനെ കളിക്കാമല്ലോ. എന്താ ഇവിടെയും കളിക്കാൻ കുട്ടികളുണ്ട്. എന്നാലും അംഗൻവാടി അറിയണ വലിയൊരു ഇഷ്ടമാട്ടോ. ഇനിയിപ്പോൾ സ്കൂൾക്ക് LKGക്ക് എങ്ങനെ എന്താ അറിയില്ല. തുടക്കത്തിലൊക്കെ ഭയങ്കര സന്തോഷമായി, കാരണം പോണ കാര്യത്തിലൊക്കെ. പിന്നെ ഇങ്ങനെ ബെഞ്ചുമ്മ ഇരിക്കുക, പിന്നെ ചെറുതായിട്ടൊക്കെ എഴുതാനുണ്ടാവും. അതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എന്താ അറിയില്ല, മടി പിടിക്കുക അറിയില്ല. ഇപ്പം തന്നെ ഞാൻ എന്തെങ്കിലും പേരൊക്കെ എഴുതി പഠിപ്പിക്കാം, എന്തേലൊക്കെ എഴുതി പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ പറയും എനിക്ക് വയ്യൂല അമ്മ, എന്നെ എഴുതിപ്പിക്കല്ലേ അറിയും കേട്ടോ. ഇനി എന്താവും. എന്തായാലും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കും. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആവൂലേ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ബുക്കും ബാഗും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം. അതിൻ്റെ ഇടയിലൊന്ന് വീട്ടിൽ പോയി പോരണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ഇങ്ങനെ പോണു മക്കളെ. എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. വീട്ടിൽ കൂടെ ഒക്കെ മഴ ഉണ്ടോ? ഇവിടേക്ക് പറഞ്ഞാൽ വൈകുന്നേരം ആയ 2 ദിവസമായിട്ട് മഴ തന്നെയാണ് കേട്ടോ. നല്ല മഴക്കാർ ഇപ്പോഴും ഉണ്ട്. കണ്ടോ, നല്ല മഴക്കാറാണ്. പക്ഷെ കുറച്ച് നേരത്തെ ഒരു മഴ പെയ്തു പോയി കേട്ടോ. ഞാൻ വിചാരിക്കും എന്നും വീഡിയോ ഇടണം. എന്തോ ആ ഒരു സമയമാകുമ്പോഴത്തേന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഭയങ്കര മടിയാണ്. മടിച്ചിട്ട് കാര്യമില്ല. നമ്മളെ എന്താ ഒരു 10 ഉറുപ്പ്യ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൽ നിന്നാണ് കിട്ടണത്. എന്തായാലും അതില്ലാതാക്കണില്ല. അപ്പോൾ ദിവസം വീഡിയോ ഇടണം വിചാരിക്കുന്നുണ്ട്. ഇടും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ. വീഡിയോ ഞാൻ നാളെ നല്ലൊരു വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. ദിവസം വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമോ ഇല്ലേ എനിക്കറിയില്ല. എന്തായാലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. എന്തായാലും ടാറ്റാ ബൈ.